Hi friends, welcome back. How are you all? At first, thank you all of your support. And today, I'm going to say something about electricity. That is some power-related sentence. Okay, are you ready? Then let's get into the topic. നമ്മൾ കരണ്ട് പോയി കരണ്ട് വന്നു ഇത് രണ്ടും നമ്മൾ എപ്പോഴും സർവ്വസാധാരണമായിട്ട് പറയേണ്ടി വരുന്നതാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് കരണ്ട് പോയി എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? കരണ്ട് പോയി. പവർ വെൻറ്റ് ഔട്ട് എന്ന് പറയാം. പവർ വെൻറ്റ് ഔട്ട്. ഇതിന് വേറൊരു രീതിയിൽ പറയാം, പവർ ഈസ് ഔട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ പവർ വെൻറ്റ് ഓഫ് എന്നും പറയാം. ഏതൊക്കെ രീതിയിൽ പറയാം? പവർ വെൻറ്റ് ഔട്ട്, പവർ ഈസ് ഔട്ട്, പവർ വെൻറ്റ് ഓഫ്. അപ്പോൾ കരണ്ട് വന്നു എന്ന് പറയാനോ? കരണ്ട് വന്നു എന്ന് പറയാൻ പവർ ഈസ് ബാക്ക് ഓൺ. പവർ ഈസ് ബാക്ക് ഓൺ. ഇതിനെ വേറെ രണ്ട് രീതിയിൽ എങ്ങനെയൊക്കെ പറയാം? പവർ റീസ്റ്റോർഡ് എന്ന് പറയാം. പവർ റീസ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ കരണ്ട് പുനഃസ്ഥാപിച്ചു എന്നാണ്. പുനഃസ്ഥാപിക്കപ്പെട്ടു പോയ കരണ്ട്. ഇനി പവർ റിസ്യൂംഡ് എന്നും വേറൊരു രീതിയിൽ പറയാം. അത് കരണ്ട് പുനരാരംഭിച്ചു എന്നതിൽ ഏകദേശം രണ്ടും സെയിം അർത്ഥം തന്നെയാണ്. അപ്പം ഏതൊക്കെ രീതിയിലാണ് കരണ്ട് വന്നു എന്ന് പറയുന്നത്? പവർ ഈസ് ബാക്ക് ഓൺ, അല്ലെങ്കിൽ പവർ റിസ്റ്റോർഡ്, പവർ റിസ്യൂംഡ്. ഓക്കെ, ഏതാണോ നമുക്ക് പറയാൻ എളുപ്പം അത് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൊരു കാര്യം പഠിക്കുമ്പോൾ അതിനെ രണ്ട് രീതിയിലെങ്കിലും പറയാൻ പഠിക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്ന സമയത്ത് ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് മനസ്സിലേക്ക് വരാതിരിക്കില്ല. ഓക്കെ, ഇനി നമുക്ക് കരണ്ട് വരില്ല എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കരണ്ട് വരില്ല, പവർ വിൽ നോട്ട് ബാക്ക് ഓൺ. പവർ വിൽ നോട്ട് ബാക്ക് ഓൺ. കറണ്ട് ഇല്ല എന്നതിനെ പവർ ഔട്ടേജ് എന്ന് പറയാം. പവർ ഔട്ടേജ്, പവർ ഔട്ടേജ്, അല്ലെങ്കിൽ ദർ ഇസ് നോ പവർ എന്ന് പറയാം. ദർ ഇസ് നോ പവർ. അപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് ഇന്ന് കറണ്ടില്ല എന്ന് പറയാൻ, ഞങ്ങളുടെ പ്രദേശത്ത് ഇന്ന് കറണ്ടില്ല, പവർ കട്ടാണ്. ദർ ഇസ് പവർ ഔട്ടേജ് ഇൻ അവർ ഏരിയ ടുഡേ. അതല്ലെങ്കിൽ ദർ ഇസ് പവർ കട്ട് ഇൻ അവർ ഏരിയ ടുഡേ എന്ന് പറയാം. ദർ ഇസ് പവർ കട്ട് ഇൻ അവർ ഏരിയ ടുഡേ. ഇന്നലെ ഞങ്ങൾക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല. വി ഹാഡ് എ പവർ ഔട്ടേജ് യെസ്റ്റർഡേ. ഇനി നമുക്ക് ഇന്നലെ രാത്രി മുഴുവൻ കറണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറയാനാണെങ്കിൽ എങ്ങനെ പറയാം? അതിനോട് ഓൾ നൈറ്റ് എന്ന് ചേർത്ത് പറഞ്ഞാൽ മതി. വി ഹാഡ് എ പവർ ഔട്ടേജ് യെസ്റ്റർഡേ ഓൾ നൈറ്റ്. വി ഹാഡ് എ പവർ ഔട്ടേജ് യെസ്റ്റർഡേ ഓൾ നൈറ്റ്. ഇനി കറണ്ട് ഉടനെ വരും എന്ന് പറയാൻ, കറണ്ട് ഉടനെ വരും. ദ പവർ വിൽ ബാക്ക് ഓൺ സൂൺ. പവർ വിൽ ബാക്ക് ഓൺ സൂൺ. സൂൺ ഉടനെ. പവർ വിൽ ബാക്ക് ഓൺ സൂൺ. കറണ്ട് അല്പസമയത്തിനുള്ളിൽ വരുമെന്ന് പറയാൻ പവർ വിൽ ബാക്ക് ഓൺ ഷോർട്ട്ലി. പവർ വിൽ ബാക്ക് ഓൺ ഷോർട്ട്ലി. അല്പസമയത്തിനുള്ളിൽ. ഷോർട്ട്ലി. ദ പവർ വിൽ ബാക്ക് ഓൺ ഷോർട്ട്ലി. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് വോൾട്ടേജ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കുന്ന അവസ്ഥ. ഇതിനെ നമുക്ക് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് എന്ന് പറയാം. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ്, കുറേ നേരമായിട്ട് വോൾട്ടേജ് കൂടിയും കുറഞ്ഞും ഇരിക്കുകയാണ് എന്ന് പറയാൻ എങ്ങനെയാണ് പറയുക? ദർ ഹാസ് ബീൻ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഫോർ എ ലോങ് ടൈം. ദർ ഹാസ് ബീൻ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഫോർ എ ലോങ് ടൈം. ഇവിടെ ഹാസ് ബീൻ വെച്ച് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കുറച്ച് നേരമായി അല്ലെങ്കിൽ കുറേ കാലമായിട്ടൊക്കെ നടക്കുന്ന ഒരു കാര്യം അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്രാമാറ്റിക്കൽ ഫ്രേസാണ് ഹാസ് ബീൻ എന്നത്. ദർ ഹാസ് ബീൻ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഫോർ എ ലോങ് ടൈം. വോൾട്ടേജ് പോലെ തന്നെ കരണ്ടും ഇങ്ങനെ വന്നും പോയും ഇരിക്കുകയാണ് എന്നെങ്ങനെയാണ് നമ്മൾ പറയുക? വോൾട്ടേജ് പോലെ തന്നെ കരണ്ടും ഇങ്ങനെ വന്നും പോയും ഇരിക്കുകയാണ്. ദ പവർ കീപ്സ് ഗോയിങ് ഓൺ ആൻഡ് ഓഫ്. ദ പവർ കീപ്സ് ഗോയിങ് ഓൺ ആൻഡ് ഓഫ്. കറണ്ടിനെ നമുക്ക് ഇലക്ട്രിസിറ്റി എന്നോ അല്ലെങ്കിൽ പവർ എന്നോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം പറയാനായിട്ട്. ഇനി വൈദ്യുതി തടസ്സപ്പെട്ടു എന്നതിന് ദ പവർ വാസ് ഇൻറ്ററപ്റ്റഡ് എന്ന് പറയാം. പവർ വാസ് ഇൻറ്ററപ്റ്റഡ്. വൈദ്യുതി വിച്ഛേദിച്ചു എന്ന് പറയാൻ ദ ഇലക്ട്രിസിറ്റി വാസ് കട്ട് ഓഫ്. ദ ഇലക്ട്രിസിറ്റി വാസ് കട്ട് ഓഫ്, അല്ലെങ്കിൽ പവർ വാസ് കട്ട് ഓഫ്. ഇനി കറണ്ട് ഇതുവരെ വന്നിട്ടില്ല എന്നിങ്ങനെ പറയാം. കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. പവർ ഹാസ് നോട്ട് കെയിം യെറ്റ്. പവർ ഹാസ് നോട്ട് കെയിം യെറ്റ്. ഇതുവരെ, യെറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഹാസ് നോട്ട് കെയിം യെറ്റ്. സാധാരണ നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അടുത്ത വീട്ടുകാരോട് തിരക്കും അല്ലേ, അവിടെ കറണ്ട് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ നമ്മുടെ വീട്ടിലത്തെ പ്രശ്നം കൊണ്ടാണോ നമുക്ക് മാത്രം കറണ്ട് ഇല്ലാത്തത് എന്ന് സംശയം തീർക്കാനായിട്ട് നമ്മൾ അടുത്ത വീട്ടിൽ പോയി ചോദിക്കും അല്ലേ, നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടോ, നിങ്ങളുടെ അടുത്ത് കറണ്ട് ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കാം. നമ്മൾ നേരെ പോയിട്ട് നമ്മളിങ്ങനെ ചോദിക്കുക, അവിടെ കറണ്ട് ഉണ്ടോ എന്നാണ് ചോദിക്കുക അല്ലേ, അവിടെ കറണ്ട് ഉണ്ടോ. ഈസ് ദെയർ പവർ, ഈസ് ദെയർ പവർ, ഈസ് ദെയർ പവർ. നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എങ്ങനെ ചോദിക്കാം? ഡസ് യുവർ ഹൗസ് ഹാവ് ഇലക്ട്രിസിറ്റി? ഡസ് യുവർ ഹൗസ് ഹാവ് ഇലക്ട്രിസിറ്റി? ഡസ് യുവർ ഹൗസ്
ഹാവ് ഇലക്ട്രിസിറ്റി. ഇവിടെ നാം നിൻ്റെ അടുത്തുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് എന്ന ക്വസ്റ്റ്യൻ ഫോമാണ് നേരത്തെ പഠിച്ചത് അല്ലേ. ഇവിടെ നിങ്ങളുടെ അടുത്തുണ്ടോ എന്ന് യുവർ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. യുവർ എന്നത് സിംഗുലർ സബ്ജക്റ്റാണ്, യു എന്നത് പ്ലൂറൽ. അപ്പോൾ യുവിൻ്റെ കൂടെ ടു, ഇവിടെ യുവറിൻ്റെ കൂടെ ഡസ് ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഇല്ലെങ്കിൽ നോ എന്ന് പറയും, ഉണ്ടെങ്കിൽ യെസ് എന്നും പറയും. അപ്പം ആൻസറുകളൊക്കെ നമ്മൾ പലപ്പോഴും ചുരുക്കിയിട്ടാണ് പറയുക. ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ യെസ് എന്നാണെങ്കിൽ ചിലപ്പോൾ കറണ്ട് ഉണ്ടാകും, പക്ഷേ വോൾട്ടേജ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ പറയുക, കറണ്ട് ഉണ്ട് പക്ഷേ വോൾട്ടേജ് കുറവാണ് എന്ന് പറയും അല്ലേ. കറണ്ട് ഉണ്ട് പക്ഷേ വോൾട്ടേജ് കുറവാണ്. യെസ് ബട്ട് ദർ ഈസ് ലോ വോൾട്ടേജ്. യെസ് ബട്ട് ദർ ഈസ് ലോ വോൾട്ടേജ് ആണ്. അപ്പോൾ കറണ്ട് എപ്പോഴാണ് പോയത് ഇങ്ങനെ ചോദിക്കുക. കറണ്ട് എപ്പോഴാണ് പോയത്? വെൻ ഡിഡ് ദ പവർ ഗോ ഔട്ട്. കറണ്ട് പോയി എന്ന് പറയാൻ വെൻറ്റ് ഔട്ട് ആണ് അല്ലേ. ഇവിടെ എപ്പോഴാണ് പോയത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഡിഡ് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് വേണം, ഡിഡിൻ്റെ കൂടെ ഗോ ഔട്ടാണ് യൂസ് ചെയ്യേണ്ടത്, ഗോ ഔട്ട്. അപ്പോൾ ഞാൻ പറയാണ്, അത് കുറച്ച് സമയം മുമ്പ് കാറ്റടിച്ചപ്പോൾ പോയതാണ്. കാറ്റടിച്ചു എന്നതിന് വിൻ ബ്ലൂ എന്ന് പറയാം, വിൻ ബ്ലൂ. കറണ്ട് പോയതാണ്. ദ പവർ വെൻറ്റ് ഔട്ട് എപ്പോഴാണ്? when the wind blew before some time. The power went out when the wind blew before some time. Here always like this. ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ്. Here always like this. എന്താണ്? അങ്ങനെ കാറ്റടിക്കുമ്പോൾ കറണ്ട് പോകും, കാറ്റടിച്ചാൽ കറണ്ട് പോകും. If the wind blows, the power will go out. ഇത് ഇഫ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. കണ്ടീഷൻ സെൻറ്റൻസ്, കാറ്റടിച്ചാൽ കറണ്ട് പോകും. ഇഫിൻ്റെ കൂടെ എന്താണ്? ഇഫ് ദ വിൻഡ് ബ്ലോസ് എന്നാണ്. ഇതൊരു പ്രസൻറ്റ് സിമ്പിൾ സെൻറ്റൻസ് ആണ്, പ്രസൻറ്റ് സിമ്പിൾ ഫോമിലുള്ള സെൻറ്റൻസ്. ദ വിൻഡ് ബ്ലോസ്, കാറ്റ് വീശാറുണ്ട്. പതിവായി സംഭവിക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ഈ സ്ട്രക്ചറിൽ പറയുന്നത്. ദ പവർ വിൽ ഗോ ഔട്ട് എന്ന് വെച്ചാൽ കറണ്ട് പോകും. ഇത് സിമ്പിൾ ഫ്യൂച്ചറുള്ള സെൻറ്റൻസ് ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ സെൻറ്റൻസ് ഇഫ് ഉപയോഗിച്ചിട്ട് പറയുന്നത്. ഇഫിൻ്റെ കൂടെ നമ്മൾ പറയുന്നത് അവിടെ എന്താണോ നടക്കുന്ന കാര്യം, കണ്ടീഷൻ, അതാണ് പറയുന്നത്, കാറ്റ് വീശുക. അതിന് ശേഷമാണ് നമ്മൾ അവിടെ അതിൻ്റെ റിസൾട്ട് പറയുന്നത്, കറണ്ട് പോകുമെന്നുള്ള റിസൾട്ട്. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ സ്ട്രക്ചർ. അതേപോലെ തന്നെയുള്ളത് മറ്റൊരു സംഭവമാണ് കറണ്ടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഷോക്കുകൾ. ഷോക്ക് അടിക്കുക എന്നുള്ളത് അല്ലേ. ഇലക്ട്രിസിറ്റി ലൈനിൽ നിന്ന് ഷോക്ക് അടിക്കാം, ഇലക്ട്രിക് ഉപകരണങ്ങളിൽ നിന്ന് ഷോക്ക് അടിക്കാം. ഷോക്ക് അടിച്ചു എന്നിങ്ങനെ പറയാം, ഇലക്ട്രോക്യൂട്ടഡ് എന്ന് യൂസ് ചെയ്യാം. ഷോക്ക് അടിച്ചു. ഒരു സ്ത്രീക്ക് ഷോക്കേറ്റു. എ വുമൺ വാസ് ഇലക്ട്രിക്യൂട്ടഡ്. എവരിന്നാണ്? ഇലക്ട്രിക് ലൈനിൽ നിന്ന് എന്ന് പറയാൻ എ വുമൺ വാസ് ഇലക്ട്രിക്യൂട്ടഡ് ഫ്രം ഇലക്ട്രിക് ലൈൻ. ഇനി സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യുന്നതിനിടയിൽ ഷോക്കേറ്റു എന്ന് പറയാനോ? സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യുന്നതിനിടയിൽ ഒരാൾക്ക് ഷോക്കേറ്റ് പരിക്ക് പറ്റി. ഷോക്കേൽക്കുമ്പോൾ ചിലപ്പോൾ തെറിച്ച് വീണ് പരിക്കും പറ്റാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെ പറയാം? ആദ്യം എന്ത് പറയണം? ഒരാൾക്ക് ഷോക്കേറ്റ് പരിക്ക് പറ്റി എന്ന് പറയണം. എ പേഴ്സൺ വാസ് ഇലക്ട്രിക്യൂട്ടഡ് ആൻഡ് ഇൻജുവേർഡ്, പരിക്ക് പറ്റി. എ പേഴ്സൺ വാസ് ഇലക്ട്രിക്യൂട്ടഡ് ആൻഡ് ഇൻജുവേർഡ് എപ്പോഴാണ്? എന്ത് ചെയ്യുന്നതിനിടയിലാണ്? അപ്പോൾ ഇടയിൽ എന്ന് പറയുന്നത് അവിടെ വൈൽ യൂസ് ചെയ്യണം. വൈൽ സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ്. ട്രൈങ് ടു ചാർജ് സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ. അപ്പോൾ എങ്ങനെ പറയാം? എ പേഴ്സൺ വാസ് ഇലക്ട്രിക്യൂട്ടഡ് ആൻഡ് ഇൻജുവേർഡ് വൈൽ ട്രൈങ് ടു ചാർജ് സ്മാർട്ട് ഫോൺ. ഓക്കെ, ലോസ് കണക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മഴയോ ശക്തമായിട്ടുള്ളൊരു കാറ്റടിച്ചാലും കറണ്ട് പോകാം അല്ലേ. സാധാരണയായിട്ടുള്ള സംഭവമാണത്. ഇതിവിടെ ഒരു നിത്യസംഭവമാണ് എന്നിങ്ങനെ പറയാം. ഇവിടെ ഒരു നിത്യസംഭവമാണ്. ഹിയർ ഇറ്റ് ഈസ് എ ഡെയിലി ഒക്കറൻസ്. ഡെയിലി ഒക്കറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യസംഭവം, നിത്യം നടക്കുന്ന ഒന്ന്. ഹിയർ ഇറ്റ് ഈസ് എ ഡെയിലി ഒക്കറൻസ്. പരാതിപ്പെട്ടിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഒരു കാര്യവുമില്ല എന്നെങ്ങനെ പറയാം? ദർ ഇസ് നോ യൂസ്. ഒരു കാര്യവുമില്ല. ദർ ഇസ് നോ യൂസ് ടു ഗീവ് ദ കംപ്ലൈൻറ്റ്. കംപ്ലൈൻറ്റ് കൊടുത്തിട്ട്, പരാതിപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ഇനി ശക്തമായ കാറ്റടിച്ചപ്പോഴാണ് കറണ്ട് പോയത് എങ്ങനെ പറയാം? ശക്തമായ കാറ്റ് എന്നുള്ളതിന് സ്ട്രോങ് വിൻഡ് എന്നുള്ള
അതിന് പകരം നമുക്ക് ഗസ്റ്റി വിൻഡ് എന്ന് പറയാം. ഗസ്റ്റി വിൻഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ കാറ്റിനാണ് ഗസ്റ്റി വിൻഡ് എന്ന് പറയുന്നത്. ഗസ്റ്റി വിൻഡ് ഈസ് ദ കോസ് ഓഫ് പവർ ഔട്ടേജ്. ഗസ്റ്റി വിൻഡ് ഈസ് ദ കോസ് ഓഫ് പവർ ഔട്ടേജ്. കോസ് എന്ന് പറഞ്ഞാൽ കാരണം. ഗസ്റ്റി വിൻഡ് ഈസ് ദ കോസ്. എന്തിനാണ്? പവർ ഔട്ടേജിന് കാരണം ഗസ്റ്റി വിൻഡാണ്. ഗസ്റ്റി വിൻഡ് ഈസ് ദ കോസ് ഓഫ് പവർ ഔട്ടേജ്. അതേപോലെ തന്നെ വേറൊരു സംഭവമാണ് എന്ത്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അറിയിപ്പുണ്ടാവും ചിലപ്പോഴൊക്കെ അല്ലേ, കറണ്ട് കട്ട് ഉണ്ടാവും എന്ന നിലയ്ക്ക് അവരുടെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ്? ദർ വിൽ ബി പവർ കട്ട് ഫ്രം 9 AM to 5 PM. രാവിലെ 9 മണി മുതൽ 5 മണി വരെ അവിടെ പവർ കട്ടായിരിക്കും. കറണ്ട് ഉണ്ടാവില്ല എന്നർത്ഥത്തിൽ പവർ കട്ടായിരിക്കും. ദർ വിൽ ബി പവർ കട്ട് ഫ്രം 9 AM to 5 PM. 9 AM to 5 PM. ദെൻ അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഇലക്ട്രിക് ബില്ലുമായിട്ട് വരുന്ന വിഷയങ്ങൾ. പലപ്പോഴും നമുക്ക് പരാതികൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതല്ലേ. പതിവായി വരുന്നതിനേക്കാൾ ഈ മാസത്തെ ബില്ല് കൂടുതലാണെന്നിരിക്കട്ടെ. അപ്പം നമ്മളത് എങ്ങനെയാണ് പറയാം? ഈ മാസത്തെ ബില്ല് പതിവിനേക്കാൾ കൂടുതലാണെന്ന് പറയും അല്ലേ. ഈ മാസത്തെ ബില്ല് പതിവിനേക്കാളും കൂടുതലാണ്. ദിസ് മന്ത് ഇലക്ട്രിസിറ്റി ബിൽ ഈസ് ഹയർ ദാൻ യൂഷ്വൽ എന്ന് പറയണം. ദിസ് മന്ത് ഇലക്ട്രിസിറ്റി ബിൽ ഈസ് ഹയർ ദാൻ യൂഷ്വൽ. യൂഷ്വൽ എന്ന് പറഞ്ഞാൽ പതിവ്. ദാൻ യൂഷ്വൽ എന്ന് പറഞ്ഞാൽ പതിവിനേക്കാൾ. ഹയർ ദാൻ യൂഷ്വൽ എന്ന് പറഞ്ഞാൽ പതിവിനേക്കാൾ കൂടുതൽ. ഹയർ ദാൻ ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളും ഈ മാസവുമായിട്ടുള്ളൊരു കമ്പാരിസൺ അവിടെ. അതുകൊണ്ടാണ് ഹയർ ദാൻ യൂഷ്വൽ എന്ന് പറയുന്നത്. ദിസ് മന്ത് ഇലക്ട്രിസിറ്റി ബിൽ ഈസ് ഹയർ ദാൻ യൂഷ്വൽ. ഇനി അതല്ല, എന്നും കൂടുതലായിട്ട് തന്നെ വരാറ്. അപ്പോൾ ഈ മാസവും കൂടുതൽ തന്നെയാണ് എന്ന് പറയാനോ? ഈ മാസത്തെ ബില്ലും എന്താണ് കൂടുതലാണ് എന്ന് പറയാൻ, പതിവ് പോലെ കൂടുതലാണെന്ന് പറയാൻ, പതിവ് പോലെ എന്നതിന് ആസ് യൂഷ്വൽ എന്ന് പറയാം. ആസ് യൂഷ്വൽ ദ ഇലക്ട്രിസിറ്റി ബിൽ ഈസ് ഹൈ ദിസ് മന്ത് ഓൾസോ. ആസ് യൂഷ്വൽ പതിവ് പോലെ ഈ മാസവും. ദിസ് മന്ത് ഓൾസോ പതിവ് പോലെ. ആസ് യൂഷ്വൽ ദ ഇലക്ട്രിസിറ്റി ബിൽ ഈസ് ഹൈ. ഇലക്ട്രിസിറ്റി ബില്ല് ഹൈ ആണ്, കൂടുതലാണ്. ഈസ് ദിസ് മന്ത് ഓൾസോ എന്ന് പറഞ്ഞാൽ ഈ മാസവും. ഓക്കെ. ആസ് യൂഷ്വൽ ദ ഇലക്ട്രിസിറ്റി ബിൽ ഈസ് ഹൈ ദിസ് മന്ത് ഓൾസോ. ഓക്കെ. അപ്പോൾ എ സിക്ക് ഉപയോഗിക്കുമ്പോൾ കറണ്ടിൻ്റെ ഉപയോഗം കൂടാം അല്ലേ, കൂടുതലാകാൻ സ്വാഭാവികമായും സാധ്യതയുണ്ട്. അപ്പോൾ എ സി കറണ്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുമെന്ന്. എ സി കൺസ്യൂംസ് എ ലോട്ട് ഓഫ് പവർ. എ സി കൺസ്യൂംസ് എ ലോട്ട് ഓഫ് പവർ. കൺസ്യൂംസ്, യൂസ് അല്ല, കൺസ്യൂം. നമ്മൾ KCB സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ആരാണ്? കൺസ്യൂമേഴ്സാണ്. കൺസ്യൂം, അതാണ് നല്ലത്. എ സി കൺസ്യൂംസ് എ ലോട്ട് ഓഫ് പവർ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ എഴുതുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കായി ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഓക്കെ, മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും